മനാഫ് എന്ന കാറിൻ്റെ ലോറിയുടെ ഉടമയ്ക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ള പ്രതികരണമാണ് അല്പം മുമ്പ് അർജുൻ്റെ ബന്ധു ജിതിൻ നൽകിയത്. സൈന്യത്തെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വേണമെന്നുള്ള ആവർത്തിച്ചുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രി ശ്രീ കുമാരസ്വാമി നേരത്തെ എത്തിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. ഇപ്പോൾ മനാഫ് പ്രതികരിക്കാനായി ടെലിഫോണിൽ. മനാഫ്, ഇപ്പോൾ ജിതിൻ നമ്മളോട് സംസാരിച്ചിരുന്നു. നിങ്ങൾ അവിടെ നടത്തുന്ന തിരച്ചിലുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പരാതികളുണ്ട്. പോലീസ് നിങ്ങളോട് മോശമായി പെരുമാറിയോ? താങ്കളെ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ജിതിൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ അവസാനത്തെ പ്രതീക്ഷയാണ് ഇപ്പൊ ഈ റെസ്ക്യൂ ടീം ഇവിടെ വന്നത്. ഹലോ, തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇവിടെ പാസ് ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ഓരെ കൂട്ടിയിട്ട് വലിയ പ്രതീക്ഷയിൽ നമ്മൾ ഇവിടുത്തെ കളക്ടറോട് പറഞ്ഞു, ഇങ്ങനെ റെസ്ക്യൂ പ്രൊഫഷണൽ ആളുകളാണ്, ഇങ്ങനത്തെ ലാൻഡ് സ്ലൈഡിങ്ങില് റെസ്ക്യൂ ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളുകളാണ്, ഇവിടെ അങ്ങനത്തെ ഒരാളില്ല. ഓരെ കൊണ്ടുവന്നിട്ട് ഞാൻ അവരെ കടത്തി വിടുന്നില്ല. രണ്ട് എക്സ്പേർട്സ് ആണ്. അവര് പറയണ മാതിരി ബാക്കിയുള്ള ആളുകൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവര് പറയണ മാതിരി ചെയ്താല് രക്ഷപ്പെടും. ഹലോ, പക്ഷെ അവര് വന്നിട്ട് എത്ര സ്ഥലത്താ തടഞ്ഞിട്ടത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു. ഇതിന് ഇവിടുത്തെ പോലീസുകാർ എല്ലാം കൂടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി. എന്നിട്ട് ഞങ്ങൾ അവിടെ ലാസ്റ്റ് ബാരിക്കേഡിൽ എത്തുമ്പോഴത്തേക്കും എന്താകുകയാണെന്ന് പറഞ്ഞാല് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഇതാണ് പ്രശ്നം. എന്തിനു കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആ SP വന്നിട്ട് ഇന്നെ നല്ല അടിച്ച് വീഡിയോ കൊണ്ട് ഞാൻ അയച്ചു. അതെ, നല്ല കിട്ടി. അതന്നെ, അടി കിട്ടിയതിനൊന്നും പ്രശ്നമില്ല മാഡം. സങ്കടം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ രഞ്ജിത്ത് സാറിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ സർട്ടിഫിക്കറ്റോടെ അതൊക്കെ കാണിച്ചു തരും. ഇവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവസാനം ഇന്നത്തെ ദിവസം ഫൈനൽ പ്രതീക്ഷയാണ്. മനസ്സിലാക്കുന്നു മനാഫ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇവരെ ബന്ധപ്പെട്ടത്? താങ്കൾ ഈ പറയുന്ന രണ്ടുപേർ അവർ വിദഗ്ധരാണെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അവിടെ വേറൊരു സംഘം പരിശോധന നടത്തുന്നതിനിടയിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉത്തരാഖണ്ഡിലൊക്കെ സ്ലൈഡിങ്ങില് രക്ഷാപ്രവർത്തനം നടത്തി വിജയിച്ച ആളുകളാണ്. അവരുടെ ഒരു രീതി എങ്ങനെയാണ്? അവരുടെ തിരച്ചിൽ എങ്ങനെയാണ്? പ്രൊഫഷണൽ രീതിയിലാണ്. ആ സാർ എന്നോട് ചോദിച്ച ചോദ്യങ്ങളോ എന്തെങ്കിലും ഇവിടെ ചെയ്തിക്കണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രൊസീജിയറും ചെയ്തിട്ടില്ല. ഒരു വിഷയം നടക്കുമ്പോ അതിന് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഒന്നും ഇവര് ചെയ്തിട്ടില്ല. സ്പോട്ടില് ഇത് നടത്തിക്കൊണ്ട് ഞാൻ അടിയും വാങ്ങി പോന്നിക്കണേ. അല്ല മനാഫ്, അവർ മനാഫിന്റെ കൂടെയല്ലേ ഉള്ളത്? തിരുവനന്തപുരത്ത് നിന്ന് വന്ന സംഘം അവരെ കയറ്റി വിട്ടു. സഹായം സ്വീകരിക്കാൻ സമ്മതിച്ചു. അതെ, അവരെ കയറ്റി വിട്ടിക്കണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കണില്ല. കോർപ്പറേഷൻ ഉണ്ടല്ലോ, സഹകരിക്കുന്നില്ല. പക്ഷെ അവരെ കയറ്റി വിട്ടു അല്ലേ? അവരുമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ അവർ അവരുടേതായ വഴിക്ക് തിരച്ചിൽ നടത്തുന്നുണ്ടോ മനാഫ്? രണ്ടുപേരാണുള്ളത്. ആ രണ്ടുപേര് പറയണ മാതിരി ഇവരൊന്ന് ചെയ്ത് കിട്ടിയാല് മറ്റുള്ള കാര്യങ്ങൾ ഈസി ആവും. പക്ഷെ എനിക്കും തോന്നുന്നില്ല ഇന്നും ഒന്നും ആവുന്നു. ഇന്ന് ഇത്രയും നല്ല കാലാവസ്ഥ കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് മനാഫിന് തോന്നുന്നത്? ഇപ്പോ HD കുമാരസ്വാമി വന്നു, അതിനുശേഷം 2 ദിവസം വെയിറ്റ് ചെയ്യൂ എന്നാണ് ജിത്തിനോട് പറഞ്ഞതെന്ന് പറഞ്ഞു. മാഡം, ഇവിടെ മിനിസ്റ്റർ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ മിനിസ്റ്റർമാർ വന്നതിനോണ്ട് ഒരു കാര്യമില്ല. ഇപ്പൊ മിനിസ്റ്റർമാർ വരുമ്പോ പണി നിൽക്കും, കുറച്ച് നടക്കും. മിനിസ്റ്റർമാർ പോയി കഴിഞ്ഞാൽ പണി വീണ്ടും അതേമാതിരി തന്നെ ആവും. ഒന്നല്ലെങ്കിൽ മിനിസ്റ്റർമാർ ഇവിടെ താമസിക്കണം നിന്നിട്ട് സ്പോട്ടിൽ, എന്നാ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇന്നലത്തേതിലും കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിയില്ലേ? ഒന്നുമില്ല, അതേമാതിരി തന്നെ. ഇല്ല, ഒന്നുമില്ല. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഉള്ള പ്രതീക്ഷ പോയി മാഡം. ആകെ ഇവിടെ അവൻ നടക്കൂല. ഞമ്മളമാതിരി ഒരു പ്രാധാന്യമില്ല. മലയാളികൾക്കാണെങ്കിൽ ഒരു ജീവനാ. അവിടെ മതവുമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. സത്യമാണ്. ഞമ്മളെ ഒരു കൾച്ചർ അതാണ്. നമ്മൾ പുറമേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ വർഗീയതൊക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക്, പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ മലയാളികൾക്ക് അതില്ല.
പക്ഷെ ഇവിടെ നേരെ മറിച്ചിട്ട് ഇവര് ചോദിക്കുന്നുണ്ട്, ഇവര് ഡ്രൈവർക്ക് വേണ്ടി എന്തിനാ ഇത്രയൊക്കെ മെനക്കെടുന്നത്? ആ ഒരു ആറ്റിറ്റ്യൂഡാ. ഞാൻ ഇന്ന് കന്നഡ ചാനലിലും പറഞ്ഞതന്നെ, നമുക്ക് ഡ്രൈവറായിട്ടല്ല തോന്നുന്നത്, മനുഷ്യനായിട്ടാ തോന്നുന്നത് പറഞ്ഞു. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ആരാണ് അങ്ങനെ ചോദിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാരോ? ഉദ്യോഗസ്ഥന്മാര് എന്താ ഇവർക്കും ഇത്ര പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അല്ലേ? ഇല്ല അത്ഭുത. അപ്പൊ ഇത് എന്താണ്, ഇവർക്കൊരു ചെറിയ ഈഗോ ആണ് ഇവിടെ പ്രശ്നം ഉദ്യോഗസ്ഥന്മാർക്ക്. ഞാന് കന്നഡ ചാനലിൽ പറഞ്ഞിരിക്കണേ SP-നെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. SP ആണോ മർദ്ദിച്ചത്? അയാളാണ് SP-ന്റെ താഴെയുള്ള ആരൊക്കെയാണ് അടിച്ചത്. അടിച്ചതിനല്ല വേണം പ്രശ്നം, അടിക്കാനും പാടില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾ അവരുടെ ബന്ധുക്കൾക്കൊപ്പം വരുന്നവർ, നിങ്ങൾ ആശങ്ക കൊണ്ടാണ് ഇവർ കൂടി പരിശോധിക്കട്ടെ എന്ന് പറയുന്നത്, ഇവരെ കൂടെ ഒന്ന് കയറ്റി വിടൂ എന്ന് പറയുന്നത്, അത് കേൾക്കാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്? അതാണ് വേണ്ടിയത്. അതിന് പകരം അത് പോട്ടെ, ഞമ്മക്ക് ഓനെ കഴിച്ചിലാക്കാനുള്ള ആവശ്യം. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ കാരണമാണ് ഇപ്പൊ ഇത് ഇത്ര ഡിലേ ആയിപ്പോയത്. കേരള സർക്കാരിനോട് എന്താണ് മനാഫ് പറയാനുള്ളത്? നരഹത്യക്ക് കേസ് എടുക്കണം. കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. SP-ക്ക് എതിരെ നരഹത്യക്ക് കേസ് എടുക്കണം. അയാളാണ് ഇതിന്റെ സകല ഇതും ആക്കണത്. ഹലോ, ഇവിടെ വീണ്ടും മഴ തുടങ്ങി. വീണ്ടും തുടങ്ങി. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഒരു ഡേഞ്ചർ മഴയാണ്. തെരച്ചിൽ ബുദ്ധിമുട്ടാവുന്നു അല്ലേ? അതെ, ഒരു വൈകുന്നേരം ആകും തോറും നെഞ്ചിടിപ്പ് കൂടുക. എങ്ങനെങ്കിലും ഒന്ന് ആളെ കിട്ടിയ നമുക്ക് നാട് പിടിക്കാതെ വിചാരിച്ചാൽ കയ്യലുണ്ടാവില്ല ഇവിടെ. സത്യമാണ്. 100-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് കാണാതായിട്ട്. സംസ്ഥാന സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? അതിന്റെ ഉള്ളിലാവും ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ ഓരോ ദിവസവും പ്രതീക്ഷയും കൊണ്ട് നിൽക്കുന്നുണ്ടാവൂലേ. പുറത്ത് ഒച്ച കേൾക്കൂലേ, ഇന്ന് കഴിച്ചിലാവും നാളെ കഴിച്ചിലാവും തന്നെ നിൽക്കുകയും. ഹലോ, ആണെങ്കിൽ കഴിച്ചിലാവട്ടെ. മനാഫ്, ഒറ്റ കാര്യം കൂടി, സംസ്ഥാന സർക്കാരിനോട് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഗവൺമെന്റ് അതിപ്പോ സംസ്ഥാനം ഭരിക്കുന്ന ആളുകളും പ്രതിപക്ഷവും എല്ലാരും മെനക്കെടുണ്ട്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും മെനക്കെടുണ്ട് കഴിച്ചിലാക്കാന്. പക്ഷെ കാര്യമില്ലല്ലോ, ഇവിടെ വർക്കൗട്ട് ആവില്ല. വളരെ നന്ദി മനാഫ്. ഈ ഘട്ടത്തിൽ വളരെ നിരാശയോടുകൂടിയാണ് മനാഫിന്റെ പ്രതികരണം.